Hi dears, welcome to all. Today let us discuss the next short story in the section 2, named It Used to Be Green Once by Patricia Grace. First of all, let us discuss the introduction of that chapter. Patricia Grace is a novelist, short story writer, and a writer of children's literature from New Zealand. പാട്രീഷ്യ ഗ്രേസ് 1937 ജനിച്ചത്. അവർ ന്യൂസിലാൻഡിൽ നിന്നുള്ള എഴുത്തുകാരിയാണ്. ഷീ ഈസ് എ മവോറി റൈറ്റർ ഇൻ ഇംഗ്ലീഷ്. ഹെർ ഫസ്റ്റ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ വാസ് വൈകാരികി, വിച്ച് വോൺ പെൻ ഓർ ഹ്യൂബർട്ട് ചർച്ച് അവാർഡ് ഫോർ ദ ബെസ്റ്റ് ബുക്ക് ഓഫ് ഫിക്ഷൻ. കുട്ടികളുടെ സാഹിത്യകൃതികൾ എഴുതുന്നയാളായിരുന്നു പാട്രീഷ്യ ഗ്രേസ്. അതുപോലെ തന്നെ ഒരു മാവോറി എഴുത്തുകാരിയായിരുന്നു അവർ. മാവോറി എന്നാൽ ന്യൂസിലൻഡിലെ പോളിനേഷ്യൻ വംശജരാണ്. അതുപോലെ തന്നെ പാട്രീഷ്യക്ക് വിവിധ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ദ അതർ ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് ഇൻക്ലൂഡ് ദ ഡ്രീം സ്ലീപ്പേഴ്സ് ആൻഡ് അതർ സ്റ്റോറീസ് 1980, ദെൻ ഇലക്ട്രിക് സിറ്റി ആൻഡ് അതർ സ്റ്റോറീസ് 1987, സെലക്റ്റഡ് സ്റ്റോറീസ് 1991, ദ സ്കൈ പീപ്പിൾ 1994, ആൻഡ് എ സ്മാൾ ഹോൾസ് ഇൻ ദ സൈലൻസ് 2006. ഇതൊക്കെ അവരുടെ മറ്റു ചെറുകഥകളാണ്. ഷീ കൊളാബറേറ്റഡ് വിത്ത് ആർട്ടിസ്റ്റ് റോബിൻ കഹൂക്കിയ ടു ക്രിയേറ്റ് സെവറൽ ഇല്ലുസ്ട്രേറ്റഡ് വർക്ക് ഫോർ ചിൽഡ്രൻ ലൈക്ക് ദ ഖൂയ ആൻഡ് സ്പൈഡർ 1981, വാട്ടർക്സസ് ട്യൂണ ആൻഡ് ദ ചിൽഡ്രൻ ഓഫ് ചാമ്പ്യൻ സ്ട്രീറ്റ് ആൻഡ് ബഹൈൻ ടോവ 1984. Her first novel was Muthuvena, The Moon Sleeps 1978, which tells the tale of a Maori woman married to Pakeha, white settler man. അവരുടെ ഫസ്റ്റ് നോവലായ മുത്തുവേന എന്നുള്ളത് എഴുതിയത് 1978 വിച്ച് ടെൽസ് ദ സ്റ്റോറി. ഇത് എന്തിൻ്റെ കഥയായിരുന്നു പറയുന്നത്? ദ ടെയിൽ ഓഫ് മവോറി വുമൺ മാരീഡ് ടു പക്കേഹ. പക്കേഹക്കാരോട് കല്യാണം കഴിച്ച മവോറി വനിതയുടെ ഒരു കഥയായിരുന്നു പറയുന്നത്. ഹർ അതർ നോവൽസ് ആർ പോറ്റിക്കി 1986, കസിൻസ് 1992, ബേബി നോ ഐസ് 1998, ഡോഗ് സൈഡ് സ്റ്റോറി 2001, ട്യൂ 2004 ആൻഡ് ചാപ്പി 2015. Her work Dog Side Story was longlisted for the Booker Prize in 2001. അവളുടെ മറ്റൊരു കൃതിയായ ഡോഗ് സൈഡ് സ്റ്റോറി ബുക്കർ പ്രൈസിന് വേണ്ടി മാറ്റിവെച്ചിരുന്നു. ഷി ആൾസോ വോൺ ദ ന്യൂ സ്റ്റാർട്ട് ഇൻ്റർനാഷണൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 2008. 2008 അവർക്ക് ഒരു ഇൻ്റർനാഷണൽ പ്രൈസ് കിട്ടിയിരുന്നു. ദെൻ ദ ലിറ്ററൽ മീനിങ് ഓഫ് മവോറി. The literal meaning of the word Maori is normal. മവോറി എന്നതിൻ്റെ അക്ഷരാർത്ഥം നോർമൽ എന്നായിരുന്നു. ആൻഡ് ദ മവോറി പീപ്പിൾ മെൻറ്റ് നോർമൽ പീപ്പിൾ ഹു ഷെയർഡ് എ കോമൺ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. മവോറി ജനങ്ങൾ ഒരു പൊതുവായ ഭാഷയും സംസ്കാരവും പങ്കിടുന്ന ഒരു സാധാരണ ജനതയാണ്. ദേ ഹാവ് ബീൻ സബ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് ട്രൈബ്സ്. അവരെ വിവിധ ട്രൈബുകളായി തരംതിരിക്കപ്പെടുന്നു. The European white settler was called Pakeha. അതിലെ യൂറോപ്യൻ വൈറ്റ് സെറ്റിലേഴ്സിനെ പക്കേഹ എന്ന് പറയുന്നു ബൈ ദ മയോറീസ്. ആൻഡ് ദ ന്യൂസിലൻഡ് വാസ് കാൾഡ് ആട്ടയോറ. അല്ലേ, അതിൽ മറ്റൊരു വിഭാഗത്തെ ആട്ടയോറ എന്നും അതുപോലെ തന്നെ പക്കേഹ എന്നും പറയുന്നു. മവോറി became an official language in New Zealand only in 1987. 1987 മവോറി ന്യൂസിലൻഡിലെ ഒരു ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കപ്പെട്ടത്. മോസ്റ്റ് ഓഫ് ദ മവോറി ലിറ്ററേച്ചർ എക്സിസ്റ്റ് ഇൻ ദ ഓറൽ ഫോം. മിക്കവാറും മവോറി ലിറ്ററേച്ചർ എല്ലാം ഓറൽ ഫോമിലാണ് നിലനിൽക്കുന്നത്. ഓറൽ ഫോം എന്ന് പറഞ്ഞാൽ വാക്കുകൾ പറഞ്ഞ് അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള ഒരു രീതി. ആൻഡ് ദ ബോഡി ഓഫ് റിട്ടൺ ലിറ്ററേച്ചർ ഈസ് കമ്പാരിറ്റീവ്ലി സ്മാൾ. അവരുടെ എഴുത്ത് ഭാഷ അവർക്ക് വളരെ കുറവായിരുന്നു. മവോറി ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് മേക്സ് യൂസ് ഓഫ് ദ എക്സ്പ്രഷൻസ് ഫ്രം ദ ട്രൈബൽ ലാംഗ്വേജ് ടു ദസ് മേക്കിംഗ് ആൻ ഹൈബ്രിഡ് ലാംഗ്വേജ്.
മവോറി ലിറ്ററേച്ചർ ഇംഗ്ലീഷുമായി കൂടിക്കലർന്ന് ഒരു ഹൈബ്രിഡ് ലാംഗ്വേജായി മാറുന്നുണ്ട്. ഹൈബ്രിഡ് മീൻസ് സങ്കീർണമായ ഒരു ലാംഗ്വേജായി. മവോറി വേ ഓഫ് ലൈഫ് പ്ലേസസ് ആൻ ഇമ്പോർട്ടൻസ് കൾച്ചറൽ വാല്യൂസ് ലൈക്ക് ലവ്, അരോഹ, ഹോസ്പിറ്റാലിറ്റി, pupil, relationship, and ancestors, most of which are manifest in the works of Patricia Grace too. മവോറികളുടെ വേ ഓഫ് ലൈഫ് അല്ലെ, അവരുടെ ജീവിത രീതിയിൽ സ്നേഹം എന്തിനൊക്കെയാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. പ്ലേസസ് ആൻഡ് ഇമ്പോർട്ടൻസ് ടു കൾച്ചറൽ വാല്യൂസ് ലൈക്ക് അല്ലെ, സാംസ്കാരിക മൂല്യങ്ങളായ സ്നേഹം, അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി, ആതിഥേയത്വം, ദെൻ പീപ്പിൾ ജനങ്ങൾ, റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ, ആൻസസ്റ്റേഴ്സ് പൂർവികർ, ഇതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് പാട്രീഷ്യയുടെ കൃതികളിൽ ധാരാളം തന്നെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ ഇറ്റ് യൂസ്ഡ് ടു ബി ഗ്രീൻ വൺസ് ഹാസ് ബീൻ ടേക്കൺ ഫ്രം ഹർ കളക്ഷൻ ദ ഡ്രീം സ്ലീപ്പേഴ്സ് ആൻഡ് അതർ സ്റ്റോറീസ് ഇൻ 1980. 1980 അദ്ദേഹം അവരെഴുതിയ ദ ഡ്രീം സ്ലീപ്പേഴ്സ് ആൻഡ് അതർ സ്റ്റോറീസ് എന്ന ഭാഗത്തു നിന്ന് എടുത്ത ഇറ്റ് യൂസ് ടു ബി ഗ്രീൻ വൺസ് എന്നുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇറ്റ് ടെൽസ് അബൌട്ട് ഓർഡിനറി എവരിഡേ ലിവ്സ് ഓഫ് ദ മവോറി കമ്മ്യൂണിറ്റി. ഇതിൽ മവോറി ജനതയുടെ അല്ലെങ്കിൽ മവോറി സമൂഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു കഥയാണ്. നോട്ട് ഹൗ പൊസഷൻസ് ആർ നോട്ട് ആസ് വാല്യൂഡ് ആസ് റിലേഷൻഷിപ്പ് വിത്തിൻ ദ കമ്മ്യൂണിറ്റി. അവിടെ പണത്തിനല്ല സ്ഥാനമുള്ളത്, ബന്ധങ്ങൾക്കാണ്. ഇൻ ദിസ് സ്റ്റോറി ഡു യു നോട്ടീസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അപ്രോച്ച് ഓഫ് അഡൾട്ട് ആൻഡ് ദാറ്റ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെയും മുതിർന്നവരുടെയും ചിന്താഗതിയിലുള്ള വ്യത്യാസങ്ങളെല്ലാം നമുക്ക് ഈ കഥയിലൂടെ കാണാൻ സാധിക്കും. നോട്ട് ഹൗ ദ സ്റ്റൈൽ ഓഫ് യൂസിങ് ഇംഗ്ലീഷ് ഷിഫ്റ്റ് ദ കൊളോക്കിയൽ ഇൻ ദി സ്റ്റോറി. ഇവിടെ ഇംഗ്ലീഷ് ഭാഷ ഇവരുടെ സംസാര ഭാഷയുമായി കൂട്ടിക്കലർത്തിയാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. ആൾസോ നോട്ട് ദ ഷിഫ്റ്റ് ഫ്രം ഐ ടു വി ഇൻ ദ നറേഷൻ ഓഫ് ദ സ്റ്റോറി. ഞാൻ എന്നതിൽ എന്ന് തുടങ്ങിയ കഥ അവസാനം ഞങ്ങൾ എന്നതിലേക്ക് മാറുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ദിസ് സ്റ്റോറി ക്യാൻ ബി റെഡ് ആസ് ആൻ അറ്റംപ്റ്റ് ടു ക്യാപ്ചർ ദ മവോറി കൾച്ചറൽ ഐഡൻറ്റിറ്റി. മവോറി സംസ്കാര സ്വത്വത്തെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമായി നമുക്ക് ഈ കഥയെ കാണാം. ഹിയർ ഗ്രേസ് ഡസ് നോട്ട് ലെറ്റ് ദ മവോറി ഐഡൻറ്റിറ്റീസ് എറോഡ്. ഇവിടെ പാട്രീഷ്യ മവോറി ബിംബങ്ങളെ ഒന്നും തള്ളിക്കളയാൻ ശ്രമിക്കുന്നില്ല. ഷീ ഈവൻ retains the Maori names like Rana, Peti and Kiri instead of Pakeha names given at the school. പല കഥാപാത്രങ്ങളുടെയും പേര് മവോറി പേരുകൾ തന്നെയാണ് ഓഥർ നൽകിയിട്ടുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റാണ, പേറ്റി, കീരി മുതലായവ അവരുടെ മവോറി നെയിംസാണ്. ഇതെല്ലാം നിലനിർത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം അദ്ദേഹം മവോറി ബിംബങ്ങളെയൊന്നും തള്ളിക്കളയുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഇറ്റ് യൂസ് ടു ബി ഗ്രീൻ വൺസ് ബൈ പാട്രീഷ്യ ഗ്രേസ്. We were all ashamed of our mother. Our mother always did things to shame us, like putting dance in our clothes, cutting up old swimming togs, and making two girls' togs from the top half of my sister, and boys' tog from the bottom half for my brother. Patty and Rana both cried when Mum made them take togs to school. Patty sat down on the road by our gate and yelled she wasn't going to school. She wasn't going swimming. I didn't blame my sister because the dogs were 38 chest and Patty was only 10. അമ്മ എപ്പോഴും ഞങ്ങൾക്ക് നാണക്കേടുണ്ടാക്കിയിരുന്നു. കാരണം അമ്മ ചെയ്യുന്ന പല കാര്യങ്ങളും ഞങ്ങളെ നാണം കെടുത്തുന്ന വിധത്തിലുള്ളവയായിരുന്നു. ഞങ്ങളുടെ ഡ്രസ്സിൽ അവർ ചുവന്ന നൂല് കൊണ്ടായിരുന്നു തയ്ച്ചിരുന്നത്. അതുപോലെ തന്നെ പഴയ സ്വിമ്മിങ് സ്യൂട്ട് മുറിച്ച് അതിൽ നിന്ന് 2 എണ്ണം ഉണ്ടാക്കും. മുകളിലത്തെ ഭാഗം കൊണ്ട് എൻ്റെ സഹോദരിക്ക് 1 എണ്ണം ഉണ്ടാക്കും. സഹോദരനായി താഴെയുള്ള ഒരു ഭാഗം കൊണ്ട് വേറെ 1 എണ്ണം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ പേറ്റിയും റാണയും സ്കൂളിൽ പോകാൻ നേരം എപ്പോഴും കരയുമായിരുന്നു. അവർക്കുള്ള പഴയ സ്വിമ്മിങ് ക്ലോത്ത്സും കൊണ്ട് സ്കൂളിൽ പോകാൻ വളരെ മടിയായിരുന്നു. പേറ്റി ഗേറ്റിൻ്റെ അരികിൽ റോഡിലിരുന്ന് വളരെയധികം ബഹളം വെക്കും. എന്ത് പറഞ്ഞുകൊണ്ട്? സ്കൂളിലേക്ക് ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ നീന്താൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും വഴക്കായിരിക്കും. കാരണം ഈ വഴക്കിനൊന്നും ഐ ഡിഡിൻറ്റ് ബ്ലെയിം മൈ സിസ്റ്റർ, ഞാൻ എൻ്റെ സഹോദരിയെ കുറ്റം പറയില്ല. ബിക്കോസ് ദ ടോഗ്സ് were 38,
കാരണം അവളുടെ സ്വിമ്മിങ് ക്ലോത്ത് ഏകദേശം ചെസ്റ്റ് 38 ആയിരുന്നു അതിൻ്റെ അളവ്. പക്ഷേ പേറ്റി വാസ് ഓൺലി 10. പേറ്റിക്ക് ഏകദേശം 10 ഇഞ്ച് മതിയായിരുന്നു. ആ ഒരു സമയത്താണ് 38 ഇഞ്ചുള്ള സ്വിമ്മിങ് ക്ലോത്ത് ആര് ധരിക്കുന്നത്? പേറ്റി ധരിക്കുന്നത്. അതുകൊണ്ട് അവളെ ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കുകയില്ല. ബട്ട് മം ന്യൂ ഹൗ ടു ഗെറ്റ് ഹർ അപ്പ് ഓഫ് റോഡ്. ഷീ യെൽഡ് loudly, "Get off that road, my girl. There is nothing wrong with those dogs. I didn't have any dogs when I was a kid and I had to swim in my nothing." മമ്മിക്കറിയാമായിരുന്നു എങ്ങനെ അവളെ സ്കൂളിൽ വിടണമെന്ന്. മമ്മിക്കറിയും. മമ്മി പറയും, ആ സ്വിമ്മിങ് ക്ലോത്തിന് യാതൊരു കുഴപ്പമില്ല. കാരണം മമ്മിയൊക്കെ ചെറുതായിരുന്നപ്പോൾ ഒരു തരം സ്വിമ്മിങ് ക്ലോത്തും ഇല്ലായിരുന്നു. നഗ്നയായിട്ടായിരുന്നു ഞങ്ങളൊക്കെ നീന്തിയിരുന്നത് എന്ന് അമ്മ പറയും. "Get off your backside and get to school." Mum got a loud voice and she knew how to shame us. We all dragged Patty up off the road before our mates came along and heard Mum. We pushed Patty into the school bus and so Mum wouldn't be yelling up the drive. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ മമ്മി ബഹളം വെക്കും. അപ്പം ഞങ്ങൾക്ക് വളരെയധികം നാണക്കേടാകും. ഇപ്പോൾ ഉള്ള നാണക്കേടിനേക്കാളും വലിയ നാണക്കേടാകും ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ കേട്ടാൽ. അതുകൊണ്ട് കൂട്ടുകാർ വന്ന് അമ്മയുടെ ഇത്രമേൽ വർത്തമാനം കേൾക്കുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാം പേറ്റിയെ റോഡിൽ നിന്ന് വലിച്ച് പൊക്കിയെടുത്ത് വണ്ടിയിൽ കയറ്റും. മമ്മി വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പേറ്റിയെ ബസ്സിലേക്ക് തള്ളിക്കയറ്റും. We never minded our holy fruits as at first. Dad used to pick up the cases of overripe apples or pears from the town that he got cheap. Mum would dig out the rotten bits and then give us to the take for play lunch. We didn't notice much at first, not until Revati from down road yelled out at us morning, "Hey, you fullas, who showed your pears?" We didn't have anywhere to hide our lunch because we weren't allowed school bags until we got to high school. Mum said she wasn't buying 14 school bags. When we went to high school, we could have shoes too. The whole lot of us gave Revati a good hiding after school. വി നെവർ മൈൻഡ് ദ ഹോളി ഫ്രൂട്ട് അറ്റ് ഫസ്റ്റ്. ആദ്യമൊന്നും ഞങ്ങൾക്ക് തുളയുള്ള അല്ലെങ്കിൽ ഹോൾസ് ഉള്ള പഴങ്ങളൊന്നും ഞങ്ങൾ അത്ര മൈൻഡ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയായിരുന്നു ഹോൾസ് ഉള്ള പഴങ്ങൾ? ഡാഡ് യൂസ് ടു പിക്ക് ദ കേസ് ഓഫ് ഓവർ റൈപ്ഡ് ആപ്പിൾസ് ഓർ പിയേഴ്സ് ഫ്രം ദ ടൗൺ ഹി ഗോട്ട് ചീപ്പ്. അമിതമായി പഴുത്ത പഴങ്ങളെല്ലാം നഗരത്തിൽ നിന്ന് വളരെ വിലക്കുറച്ചായിരുന്നു അച്ഛൻ വാങ്ങിയിരുന്നത്. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? മമ്മി ചീഞ്ഞ ഭാഗം ചെത്തിക്കളഞ്ഞ് അത് ഞങ്ങൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ലഞ്ചിന് ഉപയോഗിക്കാൻ വേണ്ടി തരും. ആദ്യമൊന്നും പഴത്തിലെ ധോരങ്ങളൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. ഏതുവരെ? അണ്ടിൽ രേവതി ഫ്രം ദ ഡൗൺ യെല്ലഡ് ഔട്ട് ടു അസ് മോർണിംഗ്, "ഏ ഫുലാസ്, ഹൂ ഷോട്ട് യുവർ പിയേഴ്സ്?" ഒരു ദിവസം രേവതി എന്ന കുട്ടി ചോദിച്ചു ഞങ്ങളോട്, പഴങ്ങൾക്കിട്ട് വെടിവെക്കുന്നത് ആരാണെന്ന്, അല്ലെങ്കിൽ ആരാണ് ഈ പഴങ്ങളെല്ലാം വെടിവെച്ചതെന്ന് ചോദിക്കുന്നത് വരെ ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല. വി ഡിഡ്ന്റ് ഹാവ് എനിവർ ടു ഹൈഡ് അവർ ലഞ്ച് ബിക്കോസ് വി വെർന്റ് അലൗഡ് സ്കൂൾ ബാഗ്സ്. പക്ഷേ സ്കൂളിൽ പോകുമ്പോൾ ഈ പഴങ്ങളൊന്നും ഒളിച്ചു വെക്കാനും ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് സ്കൂൾ ബാഗൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പഴങ്ങളെല്ലാം എല്ലാവരും കാണുക തന്നെയായിരുന്നു ഞങ്ങൾ വെച്ചിരുന്നത്. മം സെഡ് ദാറ്റ് ഷി വാസൻ ബൈയിങ് 14 സ്കൂൾ ബാഗ്സ്. ബാഗ് ഇല്ലാത്തത് കാരണം അമ്മയോട് പറഞ്ഞ അമ്മ പറയുന്നത് 14 സ്കൂൾ ബാഗുകൾ വാങ്ങിക്കാനൊന്നും പറ്റുകയില്ല എന്ന് മമ്മി പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ഷൂവും ഇല്ലായിരുന്നു. അങ്ങനെ സ്കൂൾ വിട്ടപ്പോൾ ദ ഹോൾ ലോഡ് ഓഫ് അസ് ഗേവ് രേവതി എ ഗുഡ് ഹൈഡിങ് ആഫ്റ്റർ സ്കൂൾ. സ്കൂൾ വിട്ടപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി രേവതിയെ ഞങ്ങളുടെ പഴങ്ങളെ കുറ്റം പറഞ്ഞതിന് പൊതിരെ ഞങ്ങൾ അവളെ തല്ലി. ഹൗവർ, എന്നിരുന്നാലും ദിസ് സ്റ്റോറി ഈസ് മെയിൻലി അബൌട്ട് ദ കാർ. ഈ ഒരു കഥ പ്രധാനമായും എന്തിനെക്കുറിച്ചുള്ളതായിരുന്നു? കാറിനെ കുറിച്ചുള്ളതായിരുന്നു. ആൻഡ് എബൌട്ട് മം ആൻഡ് ഹൗ ഷീ ഷെയിംഡ് അസ് ഓൾ ദ ടൈം. ദ ഷെയിം ഓഫ് ദ റെയിൻബോ ഡാൻസ് ആൻഡ് കട്ട് അപ്പ് ഡോഗ്സ് ആൻഡ് ഹോളി ഫ്രൂട്ട്സ് വാസ് നത്തിങ് ടു വാട്ട് വി സഫേർഡ് ബിക്കോസ് ഓഫ് ദ കാർ. ഈ ഒരു പഴങ്ങളിലുള്ള ഹോൾസിനേക്കാളും അതുപോലെ തന്നെ ഞങ്ങളുടെ കോട്ടിലെ സ്വിമ്മിങ് ടോഗിനേക്കാളും എല്ലാം ഞങ്ങളെ വളരെയധികം നാണം കെടുത്തിയ മറ്റൊരു സംഗതിയായിരുന്നു കാറ്. ഇതൊക്കെ ഞങ്ങളെ നാണം കെടുത്തുന്നതിനേക്കാൾ നാണം കെടുത്തിയ ഒരു കാര്യമായിരുന്നു കാറ്. Uncle Raz gave us the car because she couldn't fix up it anymore. She had been fined because he lived Auckland.
He gave the car to Dad so we could drive our dream cans up the road instead of pushing them while wheelbarrow. അല്ലേ, ഡ്രസ്സുകളുടെ പാച്ച് വർക്കിലും വെട്ടിയുണ്ടാക്കിയ തുണികളിലും തുളയുള്ള പഴങ്ങളെക്കാളൊക്കെ മോശമായിരുന്നു ഞങ്ങളുടെ കാറിൻ്റെ കാര്യം. അങ്കിൾ രാസാണ് ഞങ്ങൾക്ക് ആ കാറ് സമ്മാനിച്ചിരുന്നത്. കാരണം അത് റിപ്പയർ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഞങ്ങൾക്കത് തന്നത്. അദ്ദേഹം ഓക്ക്ലാൻഡിലായിരുന്നു താമസിച്ചിരുന്നത്. ഓക്ക്ലാൻഡിൽ ഇത്തരം വണ്ടി ഓടിച്ചാൽ അവിടെ അങ്കിളിന് പിഴ കൊടുക്കേണ്ടി വരും. ഇത്രയും പഴകി മോശമായ കാറൊന്നും അവിടെ ഓടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു കാറ് അങ്കിൾ അമ്മക്ക് നൽകിയത്. കൂടാതെ ഡാഡി കാറിൽ മിൽക്ക് ടിന്നുകൾ കയറ്റി റോഡിൽ വരെ കൊണ്ടുപോകുമായിരുന്നു. കാറിന് ബ്രേക്കില്ലായിരുന്നു. കാറില്ലാത്തപ്പോൾ പാലിൻ്റെ ടിന്നുകളെല്ലാം വീൽ ബാരോയിലായിരുന്നു റോഡിലേക്ക് എത്തിച്ചിരുന്നത്. അപ്പോൾ റോഡിലേക്ക് പാലിൻ്റെ ടിന്നുകൾ എത്തിക്കാൻ വളരെയധികം എളുപ്പമായിരുന്നു ഈ കാർ ഉള്ളത് കൊണ്ട്. I didn't matter about the car not having brake because the drive from our cowshed goes down a dip, then up to the gate. Put the car in its first gear, run it down from the shed, pick up a bit of speed, up to the other side, turn it round by the cream stand so that the pointing down a drive again. Foot of the accelerator and slam on the handbrake. Dag pegged a board there to make sure it stopped. Then we had lifted the cans out to the stand. She had back up a little and slide off down the drive with all of us throwing ourselves over the sides of it were a dinghy that had just been pushed out into the sea. കാറിന് ബ്രേക്കൊന്നും ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ തൊഴുത്തിൽ നിന്നും റോഡിലെത്താനുള്ള വഴി ഒരു ഇറക്കമായിരുന്നു. റോഡിലെത്തുമ്പോൾ പൊക്കം വരുമായിരുന്നു. വീട്ടിൽ നിന്ന് ഒരു ഇറക്കം, പിന്നെ റോഡിലെത്തുമ്പോൾ ഒരു പൊക്കം വരും. അപ്പോൾ കാറ് ഫസ്റ്റ് ഗിയറിൽ ഇട്ട് വണ്ടി മുകളിലെത്തുമ്പോൾ ഹാൻഡ് ബ്രേക്ക് പിടിച്ചു വലിച്ചു വെക്കുകയായിരുന്നു ചെയ്യാറുള്ളത്. അവിടെ ഡാഡി ഒരു തടി കഷ്ണം വെച്ചിരുന്നു. കാറ് നിർത്തി അവിടെ നിന്നും ടിന്നുകൾ സ്റ്റാൻഡിലേക്ക് പെറുക്കിയെടുത്തു കൊണ്ടുപോകും. എന്നിട്ടാണ് കാറ് തിരിക്കുക. പതിയെ അത് തിരിഞ്ഞ് വരുമായിരുന്നു. ഞങ്ങളെല്ലാവരും അത് തിരിഞ്ഞു വരുമ്പോൾ ഒരു സൈഡിലേക്ക് തള്ളിപ്പോകുമായിരുന്നു. ഏതുപോലെ ബോട്ടിലോ ഫെറിലോ ഒക്കെ യാത്ര ചെയ്യുന്നത് പോലെ ഞങ്ങളെല്ലാവരും കൂടി ഒരു വശത്തേക്ക് വീണു പോകുമായിരുന്നു. The car had been red once because you could still see some patches on the red paint here and there. ഒരിക്കൽ കാറിൻ്റെ നിറം ചുവപ്പായിരുന്നു. The car had been red once because you could still some patches of red paint here and there. കാരണം ഇപ്പോൾ അവിടെയും ഇവിടെയുമായി റെഡ് കളറിലുള്ള ചില പാച്ച് വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇറ്റ് യൂസ്ഡ് ടു ഹാവ് എ ടോപ്പ് ടു. പണ്ട് അതിനൊരു ടോപ്പ് ഉണ്ടായിരുന്നു. ദാറ്റ് യു കുഡ് പുട്ട് ഡൗൺ ഓർ അപ്പ്. അതുകൊണ്ട് നമുക്കത് താഴ്ത്തുകയോ പൊക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. Our uncle told us that when he gave it to the dad, we were all proud of the car about having had a top once. പണ്ടായിരുന്നെങ്കിലും ടോപ്പുള്ള ഒരു കാറിനോട് ഞങ്ങൾക്ക് വളരെ ബഹുമാനമായിരുന്നു. അതുപോലെ തന്നെ some of the younger kids skited to their mates about our convertible and its top and went up and down. ഇളയ കുട്ടികൾ അവരുടെ കൂട്ടുകാരോടൊക്കെ ഞങ്ങളുടെ കാറ് ഒരു കൺവേർട്ടബിൾ ആണെന്ന് പറയുമായിരുന്നു. പക്ഷേ കാര്യങ്ങൾ മമ്മി എല്ലാം വഷളാക്കി. But that was before our mother started shaming us by driving the car to the shop. പക്ഷേ മമ്മി കാര്യങ്ങളെല്ലാം വഷളാക്കിയത് അമ്മ അത് ഓടിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ്. കടയിൽ പോകാനായിരുന്നു അമ്മ അത് ഉപയോഗിച്ചിരുന്നത്. അല്ലേ? We growled at mom and we cried, but it made no difference. Your kids always howl when I tell you to get shopping, she said. ഞങ്ങളെല്ലാവരും അമ്മ കടയിൽ അത് പോകാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് അമ്മയോട് കരഞ്ഞ് അത് ഓടിക്കരുതെന്ന് ഞങ്ങൾ പറയുമായിരുന്നു. പക്ഷേ അതൊന്നും അമ്മ കേട്ടില്ല. ഞങ്ങൾ എന്ത് പറഞ്ഞു? ഇനി മുതൽ അമ്മ എപ്പോഴൊക്കെയാണോ കടയിൽ പോകാൻ പറയുന്നത് അപ്പോഴെല്ലാം ഞങ്ങൾ വളരെ അനുസരണയോടെ കടയിൽ പോകാമെന്ന് ഞങ്ങൾ അമ്മയോട് പറഞ്ഞു. ബട്ട് ഇറ്റ് മേഡ് നോ ഡിഫറൻസ്. അതൊരു മാറ്റവും തന്നെ ആരിൽ വരുത്തിയില്ല, അമ്മയിൽ വരുത്തിയില്ല. യുവർ കിഡ്സ് ആൾവേസ് ഹൗൾ വെൻ ഐ ടെൽ യു ടു ഗെറ്റ് അവർ ഷോപ്പിംഗ്, ഷീ സെഡ്. അല്ലേ, നിങ്ങളോട് കടയിൽ പോകാൻ പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഒച്ച വെക്കാറാണല്ലോ, അല്ലേ, അതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്നാണ് അമ്മയുടെ മറുപടി. We told her we would carry the sack of potatoes
അല്ലേ, വി വിൽ ഗെറ്റ് ഇറ്റ് മം, വി ഡോണ്ട് ക്രൈ, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറയില്ല, എന്ത് സാധനം വേണമെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവരാം. വി വോണ്ട് ക്രൈ, ഞങ്ങൾ ഒരിക്കലും കരയില്ല. വി വോണ്ട് ക്രൈ മാം, വി വിൽ ക്യാരി ദ സേക്ക് ഓഫ് പൊട്ടാറ്റോസ്, ഉരുളക്കിഴങ്ങിൻ്റെ ചാക്കൊക്കെ ഞങ്ങൾ കൊണ്ടുവരാം. ആൻഡ് ദ ഫ്ലോർ, അല്ലേ, പൊടി ഞങ്ങൾ കൊണ്ടുവരാം. ആൻഡ് ദ ബാഗ് ഓഫ് ഷുഗർ, പഞ്ചസാര കൊണ്ടുവരാം. ആൻഡ് ദ റോൾഡ് ഓട്സിലെ ഓട്സ് കൊണ്ടുവരാം. ടിൻ ഓഫ് ട്രീക്കിളിലെ ഇതെല്ലാം ഞങ്ങൾ കൊണ്ടുവരാം എന്നൊക്കെ ജാമിൻ്റെ ടിന്നുകളൊക്കെ ചുമന്ന് കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അമ്മയോട് പറഞ്ഞപ്പോഴൊന്നും അമ്മ സമ്മതിച്ചില്ല. വി വിൽ ഡു ദ ഷോപ്പിംഗ് മം, ബട്ട് മം വുഡ് സേ നെവർ മൈൻഡ്, ഐ വിൽ ഡു ഇറ്റ് മൈസെൽഫ്, അല്ലേ, അതൊക്കെ നിങ്ങൾ ആരും കൊണ്ടുവരണം, ഞാൻ തന്നെ പോയി കൊണ്ടുവരാമെന്ന് അമ്മ മറുപടി പറഞ്ഞു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഷീ വുഡൻ ലിസൺ എനിമോർ, അതിനുശേഷം അമ്മ ഒന്നും എന്ത് ചെയ്തില്ല, ഞങ്ങളുടെ കാര്യങ്ങളൊന്നും, നമ്മൾ പറയുന്നതൊന്നും അമ്മ ചെവിക്കൊണ്ടില്ല. അമ്മ തന്നെ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഹൗ വി ഹേറ്റഡ് വെനസ്ഡേ, അല്ലേ, ബുധനാഴ്ചകളെ ഞങ്ങൾ വളരെയധികം വെറുത്തു. എത്രത്തോളം വെറുക്കുന്നുണ്ടായിരുന്നു. വി ഓൾവേസ് ട്രൈ ടു ബി സിക്ക് ഓൺ വെനസ്ഡേ, ബുധനാഴ്ച എല്ലാവരും സ്കൂളിൽ പോകാൻ മടി കാണിച്ചിരുന്നു. എല്ലാവർക്കും ബുധനാഴ്ച അസുഖമുള്ളതുപോലെ അഭിനയിച്ചു. ടു മിസ് അവർ ബസ്, അതല്ലെങ്കിൽ ബസ് കിട്ടുകയില്ല എന്ന് ഭവിക്കുകയും ചെയ്തു. ബട്ട് മം വുഡ് ബി അപ്പ് ഏർലി യെല്ലിങ് us to get out of the bed, പക്ഷേ അമ്മ നേരത്തെ തന്നെ എഴുന്നേറ്റ് ഞങ്ങളെയൊക്കെ കട്ടിലിൽ നിന്നും പിടിച്ച് എഴുന്നേൽപ്പിച്ച് വിടുമായിരുന്നു. ഇഫ് വി ഡിഡൻറ്റ് ഗെറ്റ് അപ്പ് when we were told, she had dragged us out and pulled down the pajama pants and set our bums on the cold lino. Mom was cruel to us. അഥവാ ഞങ്ങൾ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ അമ്മ ഞങ്ങളെ വലിച്ച് പുറത്തിട്ടിട്ട് പൈജാമ ഊരിക്കളയുമെന്നും അതുപോലെ തന്നെ ഞങ്ങളെ ഉടുതുണിയില്ലാതെ തണുത്ത ചവിട്ടിയിൽ ഞങ്ങളെ ഇരുത്തുമെന്നുമൊക്കെ അമ്മ പറഞ്ഞു. അമ്മ വളരെയധികം മയമില്ലാതെയായിരുന്നു ഞങ്ങളോട് പെരുമാറിയിരുന്നത്, അല്ലേ, ക്രൂരമായായിരുന്നു ഞങ്ങളോട് പെരുമാറിയിരുന്നത്. Whoever was helping with the milking had to be back quickly from the shed from the breakfast. We had all have to rush through our car and get to the school. Wednesday was mom's day for shopping. പാല് കറക്കാൻ സഹായിക്കുന്ന ആളുകളെല്ലാം പെട്ടെന്ന് തന്നെ പ്രാതൽ കഴിക്കണം. സ്കൂളിൽ പോകാനായി ധൃതിയിൽ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ടി വന്നു. കാരണം ബുധനാഴ്ചയായിരുന്നു അമ്മ ഷോപ്പിങ്ങിന് പോയിരുന്നത്. അപ്പോൾ അമ്മ പോകുന്നതിൻ്റെ മുന്നേ തന്നെ സ്കൂളിലെത്താൻ വേണ്ടി ഞങ്ങൾ ധൃതി പിടിച്ച് ഭക്ഷണം കഴിച്ചു. As soon as she had everything tidy, she would change in her good purple dress that she made from a Japanese bedspread, pull on floppy brimmed blue sun hat and her slippers was galoshes, and go out to start the car. എല്ലാം റെഡിയാകുമ്പോൾ അമ്മ ജപ്പാനീസ് കിടക്ക വിരി കൊണ്ടുണ്ടാക്കിയ കരിഞ്ചുവപ്പ് ഡ്രസ്സ് ധരിക്കും. ഞങ്ങളെല്ലാം സ്കൂളിലേക്ക് പോകാൻ റെഡിയാകുമ്പോൾ അമ്മ ഡ്രസ്സ് ധരിക്കുമായിരുന്നു. അതുപോലെ തന്നെ നീല തൊപ്പി ധരിക്കും, വള്ളിച്ചെരുപ്പും അതിന് മുകളിൽ ഒരു റബ്ബർ ഷൂവും ധരിക്കും. എന്നിട്ട് പോയി കാർ സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ ഞങ്ങൾക്ക് വളരെയധികം നാണക്കേടുണ്ടാക്കിയിരുന്നു. വി ട്രൈഡ് എവറിത്തിങ് ടു സ്റ്റോപ്പ് ഹെർ ഷെയ്മിങ് അസ് ഓൾ. യു ഹാവ് ടു ഗോ, നോ ലൈസൻസ് മം, അല്ലേ, പല പ്രാവശ്യം ഞങ്ങൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞങ്ങളെ നാണം കെടുത്തരുത്, കാരണം അമ്മക്ക് ലൈസൻസ് ഇല്ലല്ലോ എന്നൊക്കെ പറയുമായിരുന്നു. വാട്ട് ഡു ഐ വാണ്ട് ടു ലൈസൻസ് ഫോർ, ഐ ക്യാൻ ഡ്രൈവ് കാണ്ട് ഐ ഡോണ്ട് നീഡ് ദ പ്രൂഫ്. അമ്മക്ക് ഡ്രൈവിംഗ് അറിയാവുന്നത് കൊണ്ട് ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അമ്മ പറയും. എന്തിനാ എനിക്ക് ലൈസൻസ്, എന്തിനാ എനിക്ക് തെളിവ്, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയുമല്ലോ. യു ഗോട്ട് നോ വാറൻറ്റ്, വാട്ട് ഈസ് വാറൻറ്റ്. അപ്പോൾ ട്രാഫിക് മാൻ അമ്മക്ക് വാറൻറ്റ് കൊടുക്കുമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, എന്ത് വാറൻറ്റ്? ദ ട്രാഫിക് മാൻ വിൽ ഗെറ്റ് യു മം, ട്രാഫിക് വാറൻറ്റ്, അദ്ദേഹം അമ്മക്ക് വാറൻറ്റ് കൊടുക്കും ഞങ്ങൾ പറഞ്ഞപ്പോൾ അമ്മക്ക് വാറൻറ്റിൻ്റെ അർത്ഥം അറിയില്ല. അപ്പോൾ അദ്ദേഹം ട്രാഫിക് മാനെ പറയുന്നതാണ് ദ റാറ്റ്, അല്ലേ, അദ്ദേഹത്തെ ഒരു എലിയാണെന്ന് അമ്മ പറയുന്നു. ഹി വോണ്ട് കം നിയറർ മീ ആഫ്റ്റർ വാട്ട് ഹി ഡു ടു മൈ നീസ്. അവൻ അമ്മയുടെ അടുത്ത് വരാൻ ധൈര്യപ്പെടുകയില്ല, കാരണം അമ്മ അവൻ്റെ തലക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ അടിക്കും. ഐ വിൽ ഹിറ്റ് റൈറ്റ് ഓവർ ഹിസ് സ്മാർട്ട് ലെഗ് വിത്ത് എ ബാഗ് ഓഫ് റിവൈസ്, ഐ വിൽ ഹിറ്റ് ഹിം സംവെയർ എൽസ് ആസ് വെൽ. അല്ലേ, എൻ്റെ അടുത്തേക്ക് എങ്ങാനും അവരെ വരികയാണെങ്കിൽ അവനെ നല്ല പോലെ ഞാൻ അടിക്കുമെന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വി നെവർ കുഡ് വിൻ ആൻ ആർഗ്യുമെൻറ്റ് വിത്ത് മം. അതുകൊണ്ട് ഒരിക്കലും അമ്മയോട് തർക്കിച്ച് ജയിക്കാൻ ഞങ്ങൾക്ക് പറ്റുമായിരുന്നില്ല.
Often she would go on Wednesday morning, and once out the road she would start tooting the horn. അമ്മയോട് ഒരിക്കലും തർക്കിച്ച് ജയിക്കാൻ പറ്റുമായിരുന്നില്ല. കാറ് റോഡിലായിരുന്ന അപ്പോൾ തന്നെ അല്ലേ, ഷീ വുഡ് ഡ്രൈവ് ദ കാർ ഓൺ വെനസ്ഡേ, അറ്റ് വൺസ് ദ റോഡ് ഷീ വുഡ് സ്റ്റാർട്ട് ദ ടൂട്ടിംഗ് ഹോൺ. പെട്ടെന്ന് തന്നെ അമ്മ ഹോൺ അടിക്കാൻ തുടങ്ങുമായിരുന്നു. ഇറ്റ് സൗണ്ടഡ് ലൈക്ക് എ ഫ്ലോക്ക് ഓഫ് ഡക്സ് കമ്മിങ് ടു ദ ഫീഡ്. അല്ലേ, അമ്മയുടെ ഹോണടിയുടെ ശബ്ദം എങ്ങനെയായിരുന്നു? താറാവിൻ്റെ കൂട്ടം തീറ്റി തിന്നാൻ വന്ന പോലെയായിരുന്നു അതിൻ്റെ ശബ്ദം. അല്ലേ, ആ ഒരു കാറിൻ്റെ ശബ്ദം ഉണ്ടായിരുന്നത്. ഇറ്റ് സൗണ്ട് ലൈക്ക് ദ റീസൺ ഫോർ ദ ഹോൺസ് വാസ് ടു ലെറ്റ് ഓൾ ഹെർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് നോ ഷി വാസ് കമ്മിങ്. അല്ല, ഈ ഒരു ഹോൺ അടിക്കുന്നത് കണ്ട് കൂട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം താൻ ഷോപ്പിങ്ങിന് പോകുന്ന കാര്യം അറിയിക്കാനാണ് അമ്മ ഹോൺ അടിക്കുന്നത്. As she passed each house, people had to run out and say things loudly if they wanted anything, as he could not stop the car. ഓരോ വീടിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും ഓരോ ആൾക്കാർ ഓടി വന്ന് അവർക്ക് വേണ്ട സാധനങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയും. അല്ലെങ്കിൽ എന്താണ്, അമ്മക്ക് കാർ നിർത്താൻ പറ്റില്ല, അതിനെന്താണ് നിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ചില ആളുകൾ ഓടി വന്ന് സാധനങ്ങൾ പറയും. എന്തൊക്കെ സാധനങ്ങളാണ് അവർ പറയുന്നത്? സം വാണ്ടഡ് പൊട്ടാറ്റോസ് ആൻഡ് സം വാണ്ടഡ് ബ്രെഡ്. ചില ആളുകൾക്ക് ഉരുളക്കിഴങ്ങ് വേണം, ചിലർക്ക് ബ്രെഡ് വേണം. സം ഈവൻ വാണ്ടഡ് പാൻറ്റീസ്. ചില ആളുകൾക്ക് പാൻറ്റീസാണ് വേണ്ടത്. അങ്ങനെ അതിൻ്റെ സൈസൊക്കെ അവർ കൈ കൊണ്ട് കാണിച്ചു കൊടുക്കും. ദേ വുഡ് ഷോ ദ സൈസ് ഓഫ് ബൈ സ്പ്രെഡിങ് ദെയർ ഹാൻഡ്സ്. അല്ലേ, കൈയൊക്കെ വെച്ചിട്ട് അവർ എത്ര അളവാണെന്ന് കാണിച്ചു കൊടുക്കും. അതേപോലെ തന്നെ മം വുഡ് കോൾ ഔട്ട് ടു ഈച്ച് ആൻഡ് വേവ് ടു മീൻ ഷീ അണ്ടർസ്റ്റുഡ്. എല്ലാവരോടും എനിക്ക് മനസ്സിലായി എന്ന രീതിയിൽ അമ്മയും കൈവീശി കാണിക്കും. അങ്ങനെ അവർ സ്റ്റോറിലെത്തി. മം വുഡ് കോൾ ഔട്ട് അല്ലേ, വെൻ ഷീ അപ്രോച്ച്ഡ് ദ സ്റ്റോർ ഷീ വുഡ് സ്വിച്ച് ഓഫ് ദ എൻജിൻ, റോ ഇൻ ടു ദ ക്യാബിൻ ആൻഡ് പുൾ ഓൺ ദ ഹാൻഡ് ബ്രേക്ക്. സ്റ്റോറിലെത്തുമ്പോൾ കാറിൻ്റെ എൻജിൻ നിർത്തും, റോഡിൻ്റെ അരികിലുള്ള ഫുട്പാത്തിലെ പൊക്കമുള്ള ഒരു സ്ഥലത്ത് ഇടിച്ച് കയറി ഒരു ഹാൻഡ് ബ്രേക്ക് പിടിച്ചിടും. അല്ലാതെ അത് നിർത്താൻ സാധിക്കുകയില്ല, അതിന് ബ്രേക്കില്ല, അതുകൊണ്ട് അത് നിർത്തുകയില്ല. അങ്ങനെ എല്ലാവരും പറഞ്ഞ സാധനങ്ങളൊക്കെ അല്ലേ, ഐ ഡോണ്ട് നോ ഹൗ ഷീ റിമെമ്പേർഡ് ഓൾ ദ തിങ്സ് ഷീ ഹാഡ് ടു ബൈ. അല്ലേ, എങ്ങനെ എനിക്കറിയില്ല, എല്ലാവരും പറഞ്ഞ സാധനങ്ങൾ എങ്ങനെയൊക്കെയാണ് അമ്മ ഓർത്ത് വെക്കുന്നതെന്ന് എനിക്കൊരിക്കലും പറഞ്ഞു തരാൻ കഴിയില്ല. വാങ്ങിക്കഴിയുമ്പോൾ ഓരോ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടാവും. ആഫ്റ്റർ ഹെർ പർച്ചേസ് അല്ലേ, പർച്ചേസിന് ശേഷം ദ കാർഡ് വുഡ് ബി സോ ഫുൾ ദാറ്റ് ഹി ഹാഡ് ടു സ്ക്വീസ് ഹെർസെൽഫ് ഇൻ ദ ഡ്രൈവേഴ്സ് സീറ്റ്. എല്ലാവരുടെയും സാധനങ്ങൾ വാങ്ങിക്കഴിയുമ്പോൾ കാറ് നിറയെ സാധനങ്ങളായിരിക്കും, ഒരു ഇഞ്ച് സ്ഥലം പോലും കാറിലുണ്ടാവില്ല. അങ്ങനെ അമ്മ അവസാനം കഷ്ടിച്ച് ഡ്രൈവറുടെ സീറ്റിൽ കുത്തിത്തിരുകി കയറും. എന്നിട്ട് ഷീ ഹാഡ് എവറിത്തിങ് റെഡി നിയറർ ടു ഹർ ടു ത്രോ ദ പീപ്പിൾ ഓൺ ഹെർ വേ ബാക്ക്. എല്ലാ സാധനങ്ങളും അവളുടെ കൈയെത്തുന്ന സ്ഥലത്ത് തന്നെയായിരിക്കും വെച്ചിരിക്കുന്നത്. കാരണം ഓരോരുത്തരുടെ വീടിന് മുന്നിലെത്തിയാൽ ഓരോരുത്തർക്കും സാധനങ്ങൾ എറിഞ്ഞു കൊടുക്കാനാണ് പതിവ്. കാരണം ഈ കാർ ഒരിക്കലും നിർത്താൻ പറ്റുകയില്ല. അപ്പോൾ ഓരോരുത്തരുടെ സാധനങ്ങൾ കാറിൽ നിന്നും എറിഞ്ഞ് നൽകും. As soon as she left the store, she would start hooting again to let the whole district know she was on her way. People would be out to get her shopping thrown to them just to watch her going. We always hid if we hear her coming. സ്റ്റോർ വിടുമ്പോൾ അല്ലേ, സ്റ്റോറിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ചു പോരുമ്പോൾ വീണ്ടും ഹോൺ അടിക്കാൻ തുടങ്ങും. തിരിച്ചു വരികയാണെന്ന് ആ ഒരു ജില്ല മുഴുവൻ അറിയിക്കലായിരിക്കും അമ്മയുടെ ലക്ഷ്യം. അല്ലേ, അങ്ങനെ ആൾക്കാരെല്ലാം പുറത്ത് കാത്തു നിൽക്കും. ചിലവർ സാധനങ്ങൾ അമ്മ എറിയുന്നത് വാങ്ങാൻ കാത്തു നിൽക്കും. ചില ആളുകൾ അമ്മയുടെ കാറിലുള്ള പോക്ക് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി നിൽക്കും. അതുപോലെ തന്നെ ഈ ഒരു ശബ്ദങ്ങളും അല്ലെങ്കിൽ ഈ ഒരു ഹോണടിയും ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അമ്മ വരുന്ന ആ ഒരു സ്വരം കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾ വഴിയിൽ ഒളിച്ചു നിൽക്കുമായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം നാണക്കേട് തോന്നുമായിരുന്നു. The first time Mum's car and the school bus met was when they were both approaching on one-way bridge from opposite direction. ഒരിക്കൽ മമ്മിയുടെ കാറും ഞങ്ങളുടെ സ്കൂൾ ബസ്സും ഒരേ സമയം ഒരു പാലത്തിനടുത്ത് അഭിമുഖമായി വന്നു നിന്നു. പാലത്തിൽ കൂടി ഒരു വണ്ടിക്ക് അല്ലേ, we had to ask the driver to stop the bus and give way to Mum as she had no brakes. അല്ലേ, പാലത്തിൽ കൂടി ഒരു വണ്ടിക്ക് ഒരേ സമയം പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഡ്രൈവറോട് പറഞ്ഞു അമ്മക്ക് കടന്നു പോകാനായി ബസ് നിർത്തുവാൻ ആവശ്യപ്പെട്ടു. കാരണം അമ്മയുടെ കാറിന് ബ്രേക്ക് ഇല്ലല്ലോ, അപ്പോൾ അമ്മക്ക് നിർത്താൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് അമ്മയെ കടന്നു പോകാൻ
ഞങ്ങൾ ഡ്രൈവറോട് പറഞ്ഞു. ഇത് വളരെയധികം നാണക്കേട് തോന്നിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞില്ലേ, വി വേർ അഷെയിംഡ് അല്ലേ. ബട്ട് എവരി വൺ ന്യൂ അവർ മം ആൻഡ് ഹെർ കാർ. ദേ ആൾവേസ് സ്റ്റോപ്ഡ് ഇഫ് ദേ സോ ഹെർ കാർ കമ്മിങ് അല്ലേ. അമ്മയുടെ കാറിനെ പറ്റി എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും അറിയാം. കാരണം അമ്മയെ കാണുമ്പോൾ തന്നെ അവർ നിർത്തിക്കൊടുക്കും അല്ലേ. മമ്മിക്ക് പോകാൻ അവർക്ക് നിർത്താൻ കഴിയില്ല. അപ്പോൾ മറ്റുള്ള ആളുകളൊക്കെ നിർത്തി അവരെ പോകാൻ അനുവദിച്ച് നൽകും. മമ്മിക്ക് ഇതുവരെ തന്നെ അല്ലേ, മം ഹാഡ് നെവർ ആൻ ആക്സിഡൻറ്റ് എക്സെപ്റ്റ് വൺസ് അല്ലേ. ഒരിക്കൽ മാത്രമേ മമ്മിക്ക് ഒരു അപകടം ഉണ്ടായിട്ടുള്ളൂ. മറ്റൊരു അപകടവും ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഏതായിരുന്നു ആ അപകടം? ദിസ് വാസ് വെൻ ഷീ ത്രൂ എ സൈഡ് ഓഫ് മട്ടൺ ടു അങ്കിൾ പേറ്റ ആൻഡ് ഇറ്റ് നോക്ക്ഡ് ഹിം ഓവർ എ ബ്രോക്ക് ഓഫ് ഹിസ് ലെഗ്. ഒരു ആട്ടിൻ കാല് അങ്കിൾ പേറ്റയ്ക്ക് എറിഞ്ഞു കൊടുത്തപ്പോൾ അയാൾ വീണു, അയാളുടെ കാലൊടിഞ്ഞ ഈ ഒരു അപകടം. അതും മമ്മിക്കല്ല സംഭവിച്ചത്, മമ്മി എറിഞ്ഞു കൊടുത്ത ആൾക്കാണ് സംഭവിച്ചത്. അങ്ങനെ അയാളുടെ കാല് ഓടുകയും ചെയ്തു. ആഫ്റ്റർ എ വൈൽ വി സ്റ്റാർട്ടഡ് വാക്കിംഗ് ഹോം ഫ്രം സ്കൂൾ ഓൺ വെനസ്ഡേ ടു ഗിവ് മം എ ഗുഡ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഹോം ബിഫോർ അസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും അല്ലേ, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ബുധനാഴ്ചകളിൽ മമ്മിയെ കാണാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ സ്കൂളിൽ നിന്നും നടന്നു വരാൻ തുടങ്ങി. ഷീ വുഡ് നോട്ട് ബി ഇൻ ദ ബസ് വെൻ ഇറ്റ് ഹാഡ് എ സ്റ്റോപ്പ് ആൻഡ് ലെറ്റ് ഹെർ പാസ്. കാരണം അല്ലേ, അമ്മ പാലത്തിനടുത്തെത്തുമ്പോൾ ഞങ്ങൾക്ക് അമ്മയെ കടത്തി വിടുന്നത് ഞങ്ങൾക്ക് കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നടന്നു വരാൻ തുടങ്ങിയത്. The boys did not like walking home, but we girls do not mind because Mr. Hardly walked at home too. ആൺകുട്ടികൾക്കൊന്നും നടക്കാൻ ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ പെൺകുട്ടികൾക്കെല്ലാം നടക്കാൻ ഇഷ്ടമായിരുന്നു. കാരണം ഞങ്ങളോടുകൂടെ മിസ്റ്റർ ഹാർഡ്ലിയും കൂടി നടക്കാനുണ്ടായിരുന്നു. ഞങ്ങളുടെ അധ്യാപകനായിരുന്നു മിസ്റ്റർ ഹാർഡ്ലി. മിസ്റ്റർ ഹാർഡ്ലി വാക്ക്ഡ് ഹോം ടു. ഹി വാസ് എ ന്യൂ ടീച്ചർ അറ്റ് സ്കൂൾ ആൻഡ് ഹി സ്റ്റേഡ് നോട്ട് ഫാർ ഫ്രം വെർ ഹി ലിവ്ഡ്. ഞങ്ങളുടെ അധ്യാപകനായിരുന്നു, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു വരാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു. വി ഗേൾസ് തോട്ട് ഹി വാസ് റിയലി നീറ്റ് അല്ലേ. പെൺകുട്ടികളുടെ അഭിപ്രായത്തിൽ അദ്ദേഹം വളരെ നീറ്റായിരുന്നു, നല്ല അധ്യാപകനായിരുന്നു മിസ്റ്റർ ഹാർഡ്ലി. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും നടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Okay, now I here to stop my class. Thank you.